നമസ്കാരം. റഷ്യ ബോംബർ വിമാനങ്ങൾ ഇറക്കി. എന്തിനായിരിക്കും? ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് യുദ്ധം ഭയന്ന് നാറ്റോയും രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ യൂറോപ്പിനെ പേടിപ്പിച്ച് റഷ്യയുടെ ബോംബർ വിമാനങ്ങൾ ഇറങ്ങുന്നു. നോർവീജിയൻ കടലിന് മുകളിൽ അത്തരത്തിലുള്ള റഷ്യയുടെ ബോംബർ വിമാനങ്ങൾ എത്തുമ്പോൾ ആ വിമാനങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ട് നാറ്റോയും രംഗത്തെത്തുകയാണ്. അത്തരത്തിലുള്ള വിമാനങ്ങൾ ഇറക്കിക്കൊണ്ട് തന്നെ യൂറോപ്പിനെ പേടിപ്പിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണോ ഇതിന് റഷ്യ നൽകുന്ന ന്യായീകരണം? യൂറോപ്പിനെ പേടിപ്പിച്ച് ബോംബർ വിമാനങ്ങൾ കൊണ്ടുവന്ന് റഷ്യ അത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുമ്പോൾ അത് നാറ്റോയോ യൂറോപ്യൻ രാജ്യങ്ങളെയോ മാത്രം, അല്ലെങ്കിൽ യൂറോപ്യൻ ശക്തികളെ മാത്രം ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണോ എന്ന് ചോദിച്ചാലല്ല. ഇത് അമേരിക്കയ്ക്കുള്ള മറുപടിയാണ്. ഏതു തരത്തിലുമുള്ള യുദ്ധങ്ങളെ അഭിമുഖീകരിക്കുവാൻ തയ്യാറാണ് എന്നുള്ള റഷ്യയുടെ ഒരു മുന്നറിയിപ്പാണ്. നിങ്ങൾ കരുതിയിരുന്നു കൊള്ളുക, ഏതു സമയവും നിങ്ങളെ തകർക്കാൻ പോരുന്ന ശക്തി ഞങ്ങൾക്കുണ്ട് എന്ന് വിളിച്ചോതുന്ന തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ്. നോർവീജിയൻ കടലിന് മുകളിലൂടെ ദീർഘദൂരം പറന്ന് റഷ്യൻ ആണവ ബോംബർ വിമാനങ്ങൾ എത്തിയത് വടക്കൻ ബ്രിട്ടനെ അടക്കം ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. റഷ്യയുടെ Su-33 ഫൈറ്റർ വിമാനങ്ങളെ പ്രതിരോധിക്കുവാൻ നാറ്റോയുടെ യുദ്ധവിമാനങ്ങളടക്കം ഇതേ സമയം പറന്നു വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന യുദ്ധഭീഷണി എന്ന് പറയപ്പെടുന്ന നേരിടുകയാണ് ബ്രിട്ടൻ അടക്കം. ബ്രിട്ടൻ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും അടക്കമുള്ള രാജ്യങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ഭീഷണി നേരിടുന്നുണ്ട്. ഇവിടെ നോർവീജിയൻ കടലിന് മുകളിലൂടെ ദീർഘദൂരം റഷ്യയുടെ ആണവ ബോംബർ വിമാനങ്ങൾ പറന്നുയർന്നപ്പോൾ അത് വടക്കൻ ബ്രിട്ടനെ അടക്കം ഭയപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അമേരിക്കയ്ക്ക് നൽകുന്ന ഒരു സൂചന പോലെ, ഒരു മുന്നറിയിപ്പ് പോലെ തന്നെയാണ് ബാക്കിയുള്ള രാജ്യങ്ങൾക്കും ഒരു ദുസ്സൂചന നൽകുന്നത് റഷ്യ. റഷ്യയുടെ ഫൈറ്റർ വിമാനങ്ങൾ, Su-33 മോഡലുള്ള ഫൈറ്റർ വിമാനങ്ങൾ, ആ ഫൈറ്റർ വിമാനങ്ങൾ ഇറക്കി ഇത്തരത്തിലൊരു പ്രകടനം നടത്തുവാൻ മുതിരുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ നാറ്റോയുടെ യുദ്ധവിമാനങ്ങളടക്കം പറന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു യുദ്ധസമാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉത്തരധ്രുവത്തിൽ നിന്നും സാന്താക്ലോസ് എത്തുമെന്ന് കരുതുന്ന പരമ്പരാഗത പാതയിലൂടെയുള്ള റഷ്യന്റെ ഇത്തരത്തിലുള്ള യുദ്ധ നീക്കം, അതും ക്രിസ്മസ് ദിനത്തിൽ പാശ്ചാത്യ ശക്തികളെ ആശങ്കയിലാഴ്ത്താൻ കരുതിക്കൂട്ടി നടത്തിയതാണ് എന്നുള്ള വിലയിരുത്തൽ ഉണ്ടാകുന്നുമുണ്ട്. എന്തായാലും ഒരു കാര്യം വളരെ ഉറപ്പാണ്, പാശ്ചാത്യ ശക്തികളെ, യൂറോപ്യൻ രാജ്യങ്ങളെ, ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളെ, അമേരിക്കയെ അടക്കം ഭയപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് വളരെ കൃത്യമായിട്ട് നൽകുവാൻ റഷ്യക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഏത് സമയത്തിനും അത്തരത്തിലൊരു യുദ്ധം ഉണ്ടാകാം. ഉണ്ടായാൽ തന്നെ ആ യുദ്ധത്തിനെ പ്രതിരോധിക്കുവാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടോ എന്നുള്ള ചോദ്യം ചെയ്യൽ കൂടിയാണ് റഷ്യ ഇപ്പോൾ ഈ യുദ്ധവിമാനങ്ങളുടെ, ബോംബർ വിമാനങ്ങൾ മുന്നിലോട്ട് പറത്തി നടത്തുന്ന ഈ പ്രകടനം എന്ന് പറയേണ്ടിയിരിക്കുന്നു. നോർവീജിയൻ കടലിനും ബാരാൻഡസ് കടലിനും മുകളിലുള്ള സ്വതന്ത്ര പ്രദേശത്തായിരുന്നു റഷ്യയുടെ ഈ വിമാനങ്ങൾ എത്തിയത്. 7 മണിക്കൂറിലൂടെ നേരമായിരുന്നു ഇവരുടെ യാത്രാ സമയമെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നു. ചില സന്ദർഭങ്ങളിൽ ഈ ദീർഘദൂര ബോംബറുകളെ വിദേശ രാജ്യങ്ങളുടെ ഫൈറ്റർ ജെറ്റുകൾ അകമ്പടി സേവിച്ചിരുന്നതായും അടക്കം പ്രതിരോധ മന്ത്രാലയങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ ഏത് നാറ്റോ രാജ്യത്തിന്റെ വിമാനമാണ് എത്തിയത് എന്ന് ഇതുവരെയും അവർ വ്യക്തമാക്കുന്നില്ല. മറ്റു രാജ്യങ്ങളിൽ അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ ഇതിനോടൊപ്പം റഷ്യൻ അതിർത്തികളിലേക്കോ അല്ലെങ്കിൽ റഷ്യയുടെ ഈ ബോംബർ വിമാനങ്ങളുടെ കൂടെയോ ഈ ദീർഘദൂര ബോംബറുകളുടെ കൂടെയോ വിദേശ രാജ്യങ്ങളുടെ ഫൈറ്റർ ജെറ്റുകൾ അകമ്പടി സേവിച്ചത് എന്തിനാണ് എന്നും ഏത് രാജ്യത്തു നിന്നുള്ള വിമാനമാണ് അത്തരത്തിൽ എത്തിയത് എന്നും പറയുവാൻ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ തയ്യാറെടുക്കുന്നില്ല. അങ്ങനെ തയ്യാറെടുപ്പ് നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ ആരാണോ അത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ചിട്ടുള്ളത്, ഏത് നാറ്റോ രാജ്യത്തിന്റെ വിമാനമാണോ അത്തരത്തിൽ റഷ്യൻ ഫൈറ്റർ വിമാനങ്ങളോടൊപ്പം പറന്നു കയറാൻ ശ്രമിച്ചിട്ടുള്ളത്, ആദ്യ വിമാനത്തിലെ ബോംബ് സ്ഫോടനം, ബോംബ് വർഷമെന്ന് പറയപ്പെടുന്നത് അവിടെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം യുക്രൈൻ റഷ്യ യുദ്ധം എന്ന് പറയപ്പെടുന്നത് ഇങ്ങനെ അവസാനിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും എത്ര നാളുകൾ അത് തുടരുമെന്ന് പറയാൻ കഴിയില്ല.
അങ്ങനെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കാതിരിക്കുകയും ലോകരാജ്യങ്ങളിൽ പല രാജ്യങ്ങളും അമേരിക്ക അടക്കമുള്ളവരുടെ പൂർണ്ണമായിട്ടുള്ള പ്രതിരോധം തീർക്കൽ അല്ലെങ്കിൽ യുക്രൈന് വേണ്ടിയിട്ട് നടത്തുന്ന അവരുടെ സമാധാന ശ്രമങ്ങൾ എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളൊന്നും ഫലവത്താകുന്നില്ല. ആ സമയത്തും റഷ്യ തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചുനിന്ന് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യയുടെ ഇത്തരത്തിലുള്ള ഒറ്റയാൻ യുദ്ധങ്ങളോട്, ഒറ്റയാൻ പോരാട്ടങ്ങളോട് വല്ലാത്ത അതൃപ്തിയുണ്ട് അമേരിക്കയ്ക്ക് എന്നുള്ളത് പലവട്ടം അവർ തെളിയിച്ചിട്ടുമുണ്ട്. അമേരിക്ക എന്താണ് കാണിക്കുന്നത് സമയത്തിന്? അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന പല യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള പ്രമുഖ നേതാക്കൾക്ക് അവരുടെ സമൂഹ മാധ്യമങ്ങളുടെ പോസ്റ്റുകൾ കാരണം വിസ അടക്കം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. EU കമ്മീഷണർ തിയറി ബ്രിട്ടൻ അവർ ഉൾപ്പെടെയുള്ളവർക്ക് വിസ നിഷേധിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായിട്ട് രംഗത്ത് വരുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള അമേരിക്കൻ കമ്പനികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾ ഉയർത്തി ഇത്തരത്തിലുള്ള വിസ നിഷേധങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ട്രംപ് നടപ്പിലാക്കുമ്പോൾ ഇത് ഞാൻ ആദ്യം സൂചിപ്പിച്ച യൂറോപ്യൻ ശക്തി എന്ന് പറയപ്പെടുന്ന ഒരു ശക്തിയുണ്ട്. ആ യൂറോപ്പ് ഒരു ശക്തി അല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നുള്ള ഒരു ആരോപണത്തെ കുറച്ചുകൂടി വ്യക്തമാക്കുന്നതിന് വേണ്ടിയുള്ള ട്രംപിന്റെ ശ്രമമാണ്. അപ്പോൾ അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ പ്രമുഖർക്കൊക്കെ വിസ നിഷേധിച്ചുകൊണ്ട് അത്തരത്തിലുള്ള സമീപനത്തിലേക്ക് അമേരിക്ക എത്തുന്നത്. അപ്പോൾ വലിയ തോതിലുള്ള കുടിയേറ്റവും അനധികൃത കുടിയേറ്റത്തിനെതിരെ സ്വീകരിക്കുന്ന മൃദു സമീപനവും ഒക്കെ യൂറോപ്പിന്റെ തനതു സംസ്കാരത്തെ തന്നെ ഇല്ലാതാക്കുമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് മുന്നറിയിപ്പ് വരെ നൽകിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അമേരിക്കയുടെ പുതിയ ദേശീയ സുരക്ഷാ നയം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിനിടെ ട്രംപ് ഈ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അത്തരമൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത് തടഞ്ഞാൽ മാത്രമേ യൂറോപ്പിനെ വിശ്വസ്തനായിട്ടുള്ള സഖ്യകക്ഷിയായി പരിഗണിക്കാൻ കഴിയുകയുള്ളൂ എന്നുകൂടി ട്രംപ് പറഞ്ഞു വെക്കുമ്പോൾ അതിന് പിന്നിൽ നമ്മൾ ആദ്യം സൂചിപ്പിച്ച റഷ്യയുടെ ഇടപെടലുകൾ, ആ റഷ്യൻ ഇടപെടലുകൾ റഷ്യയുടെ യുദ്ധസമാനമായിട്ടുള്ള പ്രതീതി സൃഷ്ടിക്കൽ എന്നൊക്കെ പറയുന്നത് അമേരിക്കയെ പോലൊരു രാജ്യത്തെ തകർക്കലല്ല, പക്ഷെ ട്രംപിനെ പോലൊരു ഭരണാധികാരിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ട്രംപും ചെയ്യുന്ന അത്തരത്തിലാണ്. യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നിച്ചു നിർത്തുവാനോ ആ യൂറോപ്യൻ രാജ്യങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു സാഹചര്യം ട്രംപ് സൃഷ്ടിക്കപ്പെടുന്നില്ല. പകരം പലപ്പോഴും പ്രകോപനപരമായിട്ടുള്ള സമീപനങ്ങൾ ട്രംപ് സ്വീകരിച്ച് യൂറോപ്യൻ ശക്തികളെ അകറ്റുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു. ഇത്തരത്തിലുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? റഷ്യക്കെതിരെ നമുക്കറിയാം, ഇവിടെ റഷ്യൻ ഇടപെടലുകൾ അമേരിക്കയെ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണല്ലോ. ഏത് രാജ്യവുമായിട്ടുള്ള ഇടപെടലുകളാണെങ്കിൽ കൂടിയും അത് അമേരിക്കയെ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഇന്ത്യയുമായിട്ടുള്ള റഷ്യൻ വ്യാപാര കരാറുകളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് ട്രംപിനെ വല്ലാതെ ഉലയ്ക്കുന്ന ഒരു വിഷയമാണ്. ട്രംപ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നു. ഇന്ത്യക്കെതിരെ സ്വീകരിച്ച തീരുവ അടക്കമുള്ള ഉപരോധങ്ങൾ എന്ന് പറയപ്പെടുന്ന ഇന്ത്യയെ ഇല്ലാതാക്കുക, ഇന്ത്യയെ അമേരിക്കയുടെ കാല് പിടിപ്പിക്കുക എന്നൊരു തരത്തിലേക്ക് ട്രംപ് കൊണ്ടെത്തിച്ചപ്പോൾ ഇന്ത്യ ആ മാർഗങ്ങളൊക്കെ മാറി മറ്റു പലതരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ സ്വീകരിക്കുന്ന ഇന്ത്യ രാജ്യം മറ്റു ലോകരാജ്യങ്ങളുമായിട്ട് ഇടപെടലുകൾ നടത്തി. അത് ട്രംപിനെ ഇത്തരത്തിൽ അതൃപ്തിയിലേക്കും അസന്തുഷ്ടിയിലേക്കും കൊണ്ടെത്തിച്ചത് റഷ്യയുമായിട്ടുള്ള ബന്ധമാണ്. റഷ്യയുമായിട്ടുള്ള എണ്ണ കരാറുകളായിരുന്നു, റഷ്യയുമായിട്ടുള്ള വ്യാപാര കരാറുകളായിരുന്നു, റഷ്യയുമായിട്ടുള്ള ആയുധ കരാറുകളായിരുന്നു. ഈ കരാറുകളൊക്കെ അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ റഷ്യ എന്ന് പറയപ്പെടുന്ന രാജ്യത്തെ, റഷ്യയെ തകർക്കാൻ കഴിയുന്ന ഏത് സമീപനവും സ്വീകരിക്കാൻ അമേരിക്കയും ട്രംപും തയ്യാറായിരുന്നു. പക്ഷെ ആ സമീപനങ്ങളെയൊക്കെ തച്ചുടയ്ക്കുന്ന തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുകയും റഷ്യയുടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവുകയും റഷ്യയോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളെ വളരെ കൃത്യമായി സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സംരക്ഷണ കവചം കൂടി തീർത്തുകൊണ്ടാണ് റഷ്യൻ ഇടപെടലുകൾ നടക്കുന്നത്. വ്ളാഡിമിർ പുടിന്റെ യാത്ര എന്ന് പറയപ്പെടുന്നതും വ്ളാഡിമിർ പുടിന്റെ ചിന്താഗതി എന്ന് പറയപ്പെടുന്നതും അമേരിക്ക എന്ന് പറയപ്പെടുന്ന രാഷ്ട്രത്തെ തകർക്കുകയല്ല, പക്ഷെ പകരം ട്രംപിനെ പോലൊരു നേതാവിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ബോംബർ വിമാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ മറ്റു രാജ്യങ്ങളുടെ പല മേഖലകളിലും വിന്യസിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രകടനം എന്ന് പറയപ്പെടുന്നത് ഒരു യുദ്ധം എപ്പോ വേണമെങ്കിലും ആസന്നമാണ്. അതിനെ തകർക്കുവാനോ തളർത്തുവാനോ ഉള്ള കഴിവ് അമേരിക്കയ്ക്ക് ഇല്ല. അമേരിക്കയ്ക്ക് അങ്ങനെ പെട്ടെന്ന് ഏതെങ്കിലും തരത്തിലൊരു സമീപനം സ്വീകരിക്കുന്ന റഷ്യയെ തകർക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ, നാറ്റോ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ യൂറോപ്യൻ ശക്തികളുടെയൊക്കെ ഒരു പിന്തുണ ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ ട്രംപിന്റെ ഇപ്പോഴത്തെ ഇടപെടലുകൾ എന്ന് പറയപ്പെടുന്നത് ഈ ഒരു ശക്തി കേന്ദ്രമായി വർത്തിക്കുവാനുള്ള ഒരവസ്ഥ ഇല്ലാതാക്കുന്നു. ഒപ്പം തന്നെ ഈ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, ട്രംപിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും മറ്റു രാജ്യങ്ങൾക്ക് അനുകരിക്കാൻ കഴിയുന്നതോ സ്വീകരിക്കാൻ കഴിയുന്നതോ അല്ലാതായി മാറുന്നത് കൊണ്ട് തന്നെ അമേരിക്കയോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങൾക്കും ഭീതിയാകുന്നുണ്ട്. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. റഷ്യ എന്ന് പറയപ്പെടുന്നത് വളരെ വലിയ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുകയും അവരുടെ കൈകളിലെ ആണവായുധങ്ങളടക്കം ഏതെങ്കിലും യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുകയോ യുദ്ധത്തിന്റെ പ്രതീതി ഉണ്ടാക്കപ്പെടുകയോ, യുദ്ധമെന്ന് പറയപ്പെടുന്നത് ഈ യുക്രൈൻ യുദ്ധമായിട്ട് ആണെങ്കിൽ കൂടി
അത് കുറച്ചുകൂടി വലിയൊരു സാങ്കല്പികമായിട്ട് പറയുകയാണെങ്കിൽ ഈ സാഹചര്യത്തിൽ ചിലപ്പോൾ ഒരു ലോകമഹായുദ്ധത്തിലേക്ക് എത്തപ്പെടാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു അവസ്ഥ സംജാതമാവുകയും ചെയ്താൽ റഷ്യയുടെ തിരിച്ചടികൾ അല്ലെങ്കിൽ റഷ്യയുടെ ആക്രമണങ്ങൾ അതിന് തിരിച്ചടി നൽകുവാൻ ഒരിക്കലും അമേരിക്കയ്ക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും റഷ്യ ഇപ്പോൾ നടത്തുന്നത് വെറുമൊരു യുദ്ധമല്ല, യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യമാണ്. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഈ ഇപ്പോൾ യൂറോപ്പിനെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള റഷ്യയുടെ ബോംബർ വിമാനങ്ങൾ പറത്തി ഇത്തരത്തിലുള്ള ഒരു സാഹചര്യവും ഒരു സാഹസവും കാണിക്കുന്നത് അമേരിക്കയ്ക്ക് വേണ്ടിയാണ്. അമേരിക്കയ്ക്ക് നൽകുന്ന മുന്നറിയിപ്പാണിത്.